എല്ലാവർക്കും നമസ്കാരം. റിവിറ്റ് ആർക്കിൻ്റെ ഒരു പുതിയ വീഡിയോ. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് സ്റ്റീൽ ഡീറ്റെയിലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അതെങ്ങനെ കൺസൾട്ടൻസിലും കൺസ്ട്രക്ഷൻ കമ്പനിയിലും ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളും മാത്രമാണ് പറയാൻ പോകുന്നത്. ഷെഡ്യൂൾ അനുസരിച്ച്, ജനറൽ ഡീറ്റെയിൽ അനുസരിച്ച് ഡീറ്റെയിൽ ഡ്രോയിങ് അല്ലെങ്കിൽ ഷോപ്പ് ഡ്രോയിങ് അല്ലെങ്കിൽ വർക്കിംഗ് ഡ്രോയിങ് എങ്ങനെ ഉണ്ടാക്കുന്നു, കൺസൾട്ടൻസ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള ചെറിയ കുറച്ച് അറിയാവുന്ന കാര്യങ്ങളും, അതിൻ്റെ ലാപ്പ്, സ്റ്റീൽ തമ്മിലുള്ള ലാപ്പ്, ആങ്കറേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, പിന്നെ അഡീഷണൽ ബാറ്, ബോട്ടം ബാറ്, ടോപ്പ് ബാറ്, സൈഡ് ബാറ്, ലിങ്ക്സ്, ഇങ്ങനെ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പറയും. BBS ബാർ ബെന്നിഷ് ഷെഡ്യൂൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ, ഡ്രോയിങ് ഉണ്ടാക്കുന്നില്ല. ഓക്കെ, ബിടെക് സിവിലൊക്കെ പഠിച്ചവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ജോലി ചെയ്യുന്നവരെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുള്ളവർ, ജോലി അന്വേഷിക്കുന്നവർ തീർച്ചയായിട്ടും നല്ലപോലെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് സ്റ്റീൽ ഡ്രോയിങ്. തിയറിയും കാര്യങ്ങളൊക്കെ അവർ നല്ലപോലെ അറിയായിരിക്കും, പക്ഷെ ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. ഏതെങ്കിലും കമ്പനി ഇൻ്റർവ്യൂവിനോ എല്ലാം പോകുമ്പോൾ ഷെഡ്യൂൾ കിട്ടിയാൽ ഒരു ബീമിൻ്റെയോ കോളത്തിൻ്റെയോ ഫൗണ്ടേഷനോ പുട്ടിങ്ങോ സ്ലാബിൻ്റെ ഒക്കെ ഷെഡ്യൂൾ കിട്ടിയാൽ ആ ഷെഡ്യൂൾ അനുസരിച്ച് എങ്ങനെ സ്റ്റീല് അവിടെ സൈറ്റിൽ എങ്ങനെ പ്ലേസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, ഇതൊരു കൺസൾട്ടൻസിൻ്റെ ഡ്രോയിങ് ലിസ്റ്റാണ്. ഇത് കുറേ ജനറൽ ഡീറ്റെയിൽ കൺസൾട്ടൻസ് സ്റ്റീലിൻ്റെ ഡീറ്റെയിൽ വളരെ കുറവായിരിക്കും. ജനറൽ ഡീറ്റെയിലും കാണും, പിന്നെ റീഎൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ടിപ്പിക്കൽ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അവർ തരും. ആ അത്രയും ഡ്രോയിങ് വെച്ചുകൊണ്ട് വേണം നമ്മൾ കൺസ്ട്രക്ഷൻ കമ്പനിക്കാർ ഡ്രോയിങ് ഉണ്ടാക്കുന്നത്. കൺസൾട്ടൻസിൻ്റെ ഉണ്ടാക്കുന്ന മുനിസിപ്പാലിറ്റി സബ്മിഷനും ടെൻഡർ ഡ്രോയിങ്ങിന് വേണ്ടിയും IFC വരെ അവരുണ്ടാക്കത്തുള്ളൂ. IFC കഴിഞ്ഞാൽ പിന്നെ ഏത് കമ്പനിയാണെന്ന് വർക്ക് കിട്ടിയ അവർ ആ ഡീറ്റെയിൽ ഡ്രോയിങ് ക്ലിയറായിട്ട് ചെയ്യേണ്ടി വരും. അത് ഡ്രാഫ്റ്റ്സ്മാനാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ജനറൽ ഡീറ്റെയിലും നോക്കി ക്ലിയറായിട്ട് ചെയ്യേണ്ടി വരും. ഇത് കൺസൾട്ടൻസിൻ്റെ ഒരു ടെൻഡർ ഡ്രോയിങ്ങിൻ്റെ ലിസ്റ്റാണ്. ജനറൽ ഡീറ്റെയിൽ ഉണ്ട്, അതിൻ്റെ കോളം, ഗ്രൗണ്ട് ഫ്ലോർ, ഫൗണ്ടേഷൻ ലേഔട്ട്, റീഎൻഫോഴ്സ്മെൻറ്റ് ലേഔട്ട്. ഓക്കെ, സ്ലാബിൻ്റെ റീഎൻഫോഴ്സ്മെൻറ്റ് ഒറ്റ സ്റ്റീലേ കാണിക്കത്തുള്ളൂ. ഇവിടെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഓപ്പണിങ്ങോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒന്നും അതിൽ കാണിക്കത്തില്ല. ജസ്റ്റ് അറേഞ്ച്മെൻ്റ് ഒന്ന് കാണിക്കും. ഓക്കെ, ലാപ്പും കാര്യങ്ങളൊന്നും അതിൽ കാണിക്കാത്തില്ല. കോളത്തിൻ്റെ കോർ വാൾ ഡീറ്റെയിൽ, സെക്ഷൻ ഡീറ്റെയിൽ, ടിപ്പിക്കൽ സെക്ഷൻ കാര്യങ്ങളൊക്കെ കാണിക്കും. സ്ലാബ് തമ്മിലുള്ള വ്യത്യാസം, രണ്ട് സ്ലാബ് 20യുടെയും 30യുടെയും വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കും. ഏതൊക്കെ എങ്ങനെ സ്റ്റീൽ അവിടെ അറേഞ്ച് ചെയ്യണം, ബൗണ്ടറി വാള്. ഓക്കെ, ഇതാണ് ജനറൽ ഡീറ്റെയിൽ. ജനറൽ ഡീറ്റെയിൽ ആയിട്ടുള്ള. ഓക്കെ, സ്ലാബ് ഇതാണ്. സ്ലാബ് ഇങ്ങനെ ഈ രീതി വരുമ്പോൾ എങ്ങനെ ഇടുന്നു. ഓക്കെ, ബീം ഡീറ്റെയിൽ. ഇതാണ് കൺസൾട്ടൻസിൻ്റെ ജനറൽ ഡീറ്റെയിൽ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, നമുക്ക് ഞാൻ വീഡിയോയിലോട്ട് അതിലോട്ട് കടക്കാം. ഓക്കെ, ഇതൊരു സിംഗിൾ സ്പാനാണ്, ഇതൊരു ഡബിൾ സ്പാൻ, ഇതൊരു കണ്ടിന്യൂസ് സ്പാനായിട്ട് വരുമ്പോൾ ഇത് മൂന്ന് രീതിയിലാണ് സ്റ്റീലിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഇതൊരു കാൻറ്റിലീവറാണ്. കാൻറ്റിലീവർ ബീം എങ്ങനെ സ്റ്റീൽ അറേഞ്ച് എങ്ങനെ കൊടുക്കാം എന്നുണ്ട്. ഇതിൻ്റെ LC × 1.5 അല്ലെങ്കിൽ ഈ സൈഡിലോട്ട് വരുന്ന മാക്സിമം ലെന്തിൻ്റെ 0.33 അതാണ് കൊടുക്കുന്നത്. ഇതിലേതാണോ വലുത് വരുന്നത് അതാണ് എവിടെ സ്റ്റീൽ ഇങ്ങോട്ട് കയറ്റിയിടുന്നത്. ഓക്കെ, ലാപ്പായിട്ടിടുന്നത്.
അതിനെല്ലാം ഓരോ കോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. സി, ഓക്കെ. എൻ്റെ ഇവിടെ ഒത്തിരി കോഡുണ്ട്. ബോട്ടം ബാർ L, അഡീഷണൽ ബാർ B, മിഡിൽ ബാർ C, ലെഫ്റ്റ് റൈറ്റ് E, ടോട്ടൽ സ്പാനിൻ്റെ 1/4 0.25 ലെന്ത്. ഓക്കെ, എവിടെ ഈ അകലം, ഇതിനെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷെഡ്യൂളുണ്ട്. ഈ ഷെഡ്യൂളും ജനറൽ ഡീറ്റെയിലും മാത്രമേ ഉള്ളൂ ഇവിടെ കൺസൾട്ടൻസുകാർ തരുന്നത്. ഓക്കെ, ബീമിൻ്റെ ഷെഡ്യൂളാണ് ഇത്. ബീം സൈസ് ഉണ്ട്. ബോട്ടം 325, അഡീഷണൽ ബാർ, ഒരു അഡീഷണൽ ബാർ കാണണമെന്നില്ല, അത് കാൽക്കുലേഷൻ അനുസരിച്ച് അത് ഇടുന്നതാണ്. പിന്നെ C, ടോപ്പ് ബാർ D, ടോപ്പ് ബാർ E, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇത് സ്റ്റിർപ്പ് ലിങ്ക് ഉണ്ട്. ഔട്ടർ ഇന്നർ ബാലൻസ്, സൈഡ് ബാർ T12, സൈഡ് ബാർ എപ്പോഴും T12 തന്നെയായിരിക്കും. A, B, C, ഇവിടെ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ഓക്കെ, ഈ ഷെഡ്യൂൾ അനുസരിച്ച് ടിപ്പിക്കൽ ഡീറ്റെയിൽ ഈ രണ്ടും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ബീം സ്റ്റീൽ അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടത്. പല ബീമും പല സൈസിലായിരിക്കും, പല സ്പാൻ വ്യത്യാസം കാണും, റീഇൻഫോഴ്സ്മെൻറ്റ് വ്യത്യാസം കാണും. അതനുസരിച്ച് പിന്നെ ലാപ്പ്, മിനിമം ലാപ്പ് 50 ഡേ ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടില്ലെങ്കിലും മിനിമം ലാപ്പ് 50 ആണ്. ഏത് സ്റ്റീലാണോ വലുത് വരുന്നത് അതിൻ്റെയാണ് 50 ഡേ എടുക്കേണ്ടത്. ഇത് 25 ആണ്. 25 × 50 എത്ര വരുന്നു അതാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് ടെൻഷൻ ആങ്കറേജ് ഇവിടെ മുതൽ ഇവിടെ വരെ. ഇതിൻ്റെ ലെന്ത്, ഒരു സ്റ്റീലിൻ്റെ മാക്സിമം ലെന്ത് 12 മീറ്റർ ആണ്. ഓക്കെ, സ്റ്റീലിൻ്റെ 1 മീറ്റർ 25-ൻ്റെ 1 മീറ്ററിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഡയ ഇൻറ്റു ഡയ ഡിവൈഡ് ബൈ 162. അതാണ് ഒരു 1 മീറ്റർ ലെന്തുള്ള സ്റ്റീലിൻ്റെ വെയിറ്റ് കണക്ക് കൂട്ടുന്നത്. ഇത് സ്റ്റിറപ്പ് ഉണ്ട്. ലെഫ്റ്റിൽ വരുമ്പോൾ അവിടെ അകലം കുറവാണ്, ഗ്യാപ്പ് കുറവാണ്. മിഡിൽ ഗ്യാപ്പ് കൂടുതൽ. ഇത്രയൊക്കെയാണ് ജനറൽ ഡീറ്റെയിൽ. ഇങ്ങനെ എല്ലാത്തിനും ജനറൽ ഡീറ്റെയിൽ. ബീമിൻ്റെ വരും, സ്ലാബിൻ്റെ വരും, ഫൗണ്ടേഷൻ്റെ വരും. അങ്ങനെ ഒരു 3-4 ഷീറ്റ് ജനറൽ ഡീറ്റെയിൽ ആയിരിക്കും. കവർ ഷീറ്റ്, ലിസ്റ്റ് ഓഫ് ഡ്രോയിങ്, പിന്നെ ഡ്രോയിങ് കാണും. ഓക്കെ, ഇത്രയും ഡ്രോയിങ്ങാണ് IFC-ക്കാർ, കൺസൾട്ടൻസുകാർ IFC ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതിനെ വെച്ചുകൊണ്ടാണ് ഈ ബീം ഷെഡ്യൂൾ വെച്ചുകൊണ്ട് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാക്കും. ഇതുപോലെ ഉണ്ടാക്കും. ഇതുണ്ടാക്കുന്നത് കൺസ്ട്രക്ഷൻ കമ്പനിക്കാരാണ്. ഇതൊരു ബീമിൻ്റെ പേര്, ഗ്രിഡ്, ബീം അറേഞ്ച്മെൻറ്റ്, സ്റ്റീൽ അറേഞ്ച്മെൻറ്റ്. ഇത് മാക്സിമം ലെന്ത് 12 മീറ്റർ, ഇവിടെ മുതൽ ഇവിടെ വരെ 12 മീറ്റർ. ഇത് ആങ്കറേജ് ഒക്കെ വരുമ്പോൾ 12 മീറ്റർ കൂടുതലാവുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇവിടെ ബെൻഡ് ചെയ്ത്. അതിൻ്റെ സെക്ഷൻ ഡീറ്റെയിൽ ഇതാണ് സെക്ഷൻ ഡീറ്റെയിൽ. സൈഡ് ബാർ, ഇത് 6 നമ്പേഴ്സ് 25-ൻ്റെ. ഇത് ബാർ കോഡാണ് 1B2. ഇത് സ്പേസർ ബാർ, ഇതിന് പറയുന്നതാണ് സ്പേസർ ബാർ. 1 മീറ്റർ അകലത്തിൽ സ്പേസർ ബാർ ഇടും. അതിൻ്റെ BBSന് വേണ്ടിയാണ് R1. ഇത് ലിങ്ക്സ് 3T10-ൻ്റെ ഡയ 20 സെൻറ്റിമീറ്റർ, അല്ല 200 മില്ലി. ഇതെല്ലാം മില്ലിമീറ്ററിലാണ്. ഈ ഡയമെൻഷൻ മുഴുവൻ മില്ലിമീറ്ററിലാണ്. സ്കെയിൽ വരയ്ക്കുന്ന സ്കെയിൽ 1:, ഇത് ലെന്ത് കാണിച്ചിരിക്കുന്നത് 1:50, ഡീറ്റെയിൽ ഡ്രോയിങ് കാണിച്ചിരിക്കുന്നത് 1:25. അങ്ങനെയാണ് സ്റ്റീലിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ ചെയ്യുന്നത്. ഇതൊരു ഡബിൾ സ്പാൻ്റെ ആണ്. ഓക്കെ, ബീമിനും കോളത്തിനുമാണ് ഇങ്ങനെ ബെൻഡിങ് വരുന്നത്.
ഇത് BBS 1A 1A1 1A2. ഇത് ഒരേ സൈസ് തന്നെയാണെങ്കിൽ, ഒരേ രീതിയിലുള്ള ബീം ഷേപ്പ് ആണെങ്കിൽ ഒരേ BBS തന്നെ കൊടുക്കാൻ പറ്റും. ഡയ ഒന്ന് തന്നെ ആയിരിക്കണം. നമ്പർ നോക്കേണ്ട കാര്യമില്ല. നമ്പർ 5ഓ 6ഓ 7 ആയാലും കുഴപ്പമില്ല. പക്ഷെ ഷേപ്പും അതിൻ്റെ ഡയം ഒന്ന് തന്നെയാണെങ്കിൽ സെയിം BBS നമ്പർ തന്നെ കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ക്ലിയർ ഡയമെൻഷനും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൺസ്ട്രക്ഷൻ കമ്പനിക്കാരുണ്ടാക്കുന്നത്. ഷെഡ്യൂൾ ഉണ്ടാക്കത്തില്ല. ഓക്കെ, ഫുൾ ഡീറ്റെയിൽ ഒരു ഷെഡ്യൂളിൻ്റെ ബീമിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇതിൻ്റെ അകത്ത് വരും. ഈ സെക്ഷനും അത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെയാണ് കുറേ സെക്ഷൻ ഉണ്ട്. എവിടെ ചെറുതാവുന്നു, എവിടെ വേറെ തിരിയാവുന്നു, എവിടെയാണ് ഇത് കുറുകെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്ന സ്റ്റീലാണ്. ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽ കൺസ്ട്രക്ഷൻ കമ്പനി ഉള്ള ഡ്രോയിങ് ചെയ്ത് പഠിച്ചാൽ കിട്ടത്തുള്ളൂ. ഓക്കെ, മാക്സിമം പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഇത് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിങ് അവിടെ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. ഇതുപോലെ മറ്റ് ഡ്രോയിങ്ങിനെ അപേക്ഷിച്ച് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഡ്രോയിങ്ങാണ് സ്ട്രക്ചർ ഡ്രോയിങ്. ഇതിൻ്റെ BBS നോക്കാം. ഓക്കെ, ഇതൊരു ബീമിൻ്റെയാണ്, BBS ആണ്. ഒരു 40 ഷേപ്പ് കോഡ് 45 ആണ്. ഇതെല്ലാം ഷേപ്പ് കോഡാണ്. 845. ഇതിൻ്റെ ഡയ ഇത് നമ്പർ ഓഫ് ബാർ എത്ര വരുന്നു, ഇത് ടോട്ടൽ ക്വാണ്ടിറ്റി. അതിൻ്റെ കാൽക്കുലേഷൻ ഓട്ടോമാറ്റിക്കോടെ നടക്കും. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക് വരുന്നതാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിൻ്റെ ബാർ ഷേപ്പാണിത്. ഓക്കെ, 8 എന്ന് പറഞ്ഞാൽ ലെന്ത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ്. ഇവിടെ 45 ഷേപ്പ് ABCD എല്ലാം നമ്പറുണ്ട്. ഈ നമ്പറാണ് എത്രയും വരുന്നുണ്ട് ABCD. ഓക്കെ, ഇതെല്ലാം ഒരു ബീം ഷെഡ്യൂളിൻ്റെയാണ്. ഇതിനെ പറയുന്നത് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ, BBS എന്ന് പറയും. ഇതാണ് ഏത് സ്റ്റീൽ ഉണ്ടാക്കുന്ന കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കും. അവിടുന്ന് അവരത് എല്ലാം റെഡിയാക്കി സ്റ്റീലൊരു ബെഞ്ചായിട്ട് ബാർ മാർക്കൊക്കെ ഇട്ട് സൈറ്റിൽ വരും. സൈറ്റിൽ പിന്നെ സൈറ്റ് എഞ്ചിനീയർ, ഫോർമാന്, വർക്കേഴ്സ് അവരത് പരുവത്തിന് അറേഞ്ച് ചെയ്തോളും. ഇതാണ് BBS ബാർ ബെൻഡിങ് ഷെഡ്യൂൾ. ഇതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എവിടെ വരും? ടോട്ടൽ ക്വാണ്ടിറ്റി എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. ഓരോ ഡയയുടെ ടോട്ടൽ ക്വാണ്ടിറ്റി, പിന്നെ ടോട്ടലായിട്ട് എത്ര ടണ്ണിന് വരും. ഇങ്ങനെയാണ് ബീം കൺസ്ട്രക്ഷൻ ഡ്രോയിങ്ങിൽ തമ്മിലുള്ള വ്യത്യാസം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് വിടുക. അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കോളത്തിനെ പറ്റിയും കോറ്, വാള്, ഫൗണ്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.